Good morning, students. Today I am going to take the next topic, that is analysis of data. Okay, analysis of data. In analysis of data, first we learn about measure of dispersions. Okay, so let's start that topic, measure of dispersion. The dispersion or scatter in a data is measured on the basis of the observations and the types of the measure of central tendency used there. That means ഇപ്പോൾ ഡിസ്പേർഷൻ അല്ലെങ്കിൽ സ്കാറ്റർ, ഒരു ഡേറ്റയുടെ ഡിസ്പേർഷൻ അല്ലെങ്കിൽ സ്കാറ്റർ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഒന്നെങ്കിൽ നമ്മൾ അതിൻ്റെ ഒബ്സർവേഷൻ വൈസ്, ഓൺ ദ ബേസിസ് ഓഫ് ഒബ്സർവേഷൻ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്ന രീതി വെച്ചിട്ട്. പിന്നെന്താണ് നെക്സ്റ്റ് വൺ ടൈപ്സ് ഓഫ് ദ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. അവിടെ യൂസ് ചെയ്തിരിക്കുന്ന മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയുടെ ടൈപ്പ് അനുസരിച്ചും നമുക്ക് ഡിസ്പേർഷനെയും സ്കാറ്ററിനെയും ഒരു ഡേറ്റയിൽ മനസ്സിലാക്കാൻ പറ്റും. ദർ ആർ ഫോളോയിങ് മെഷർ ഓഫ് ഡിസ്പേർഷൻ. ദ റൺസ് സ്കോർഡ് ബൈ 2 ബാറ്റ്സ്മാൻസ് ഇൻ ദർ ലാസ്റ്റ് 10 മാച്ചസ് ആസ് ഫോളോസ്. അതിനൊരു എക്സാമ്പിൾ നമുക്ക് തന്നിരിക്കുകയാണ്. 2 ബാറ്റ്സ്മെൻസിൻ്റെ ലാസ്റ്റ് 10 മാച്ചസിൻ്റെ റൺ സ്കോർ ചെയ്താണ് നമുക്ക് തന്നിരിക്കുന്നത്. അതിൻ്റെ മെഷർ ഓഫ് ഡിസ്പേർഷനാണ് നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നത്. അതിൽ നിന്നും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? റേഞ്ചൊക്കെ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് ബാറ്റ്സ്മാൻ എയുടെ സ്കോർസ് നോക്കുക, ദെൻ ബാറ്റ്സ്മാൻ ബിയുടെ സ്കോർസ് നോക്കുക. ഓക്കെ, അപ്പം മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊടുത്തിരിക്കുന്ന ഡേറ്റ ഏത് രീതിയിലാണോ അതിനെ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, അതിൻ്റെ വാല്യൂവിൻ്റെ വേരിയേഷൻസ് എങ്ങനെയാണ്, അതൊക്കെ ചെക്ക് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത് മെഷർ ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ബൈ ഒബ്സർവേഷൻ നമുക്ക് ചില ഡേറ്റാസ് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൻ്റെ വേരിയൻസ് എങ്ങനെയാണ് പോയിരിക്കുന്നത് അല്ലേ. ചിലത് എന്താ പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ടൈപ്പ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, അത് യൂസ് ചെയ്തിരിക്കുന്ന ടൈപ്പ് സെൻട്രൽ ടെൻഡൻസിയിൽ നിന്ന് നമുക്ക് മനസ്സിലാവാം ഈ ഡേറ്റയുടെ മെഷർമെൻറ്റ് എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ ഡിസ്പേർഷൻ വേരിയബിലിറ്റി ഒക്കെ എങ്ങനെയാണ് ഈ വാല്യൂസ് പോയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് ബാറ്റ്സ്മാൻ എയുടെ കുറച്ച് സ്കോർസ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം സ്കോർ ചെയ്ത 10 മാച്ചസിൽ ലാസ്റ്റ് 10 മാച്ചസിൽ അദ്ദേഹം സ്കോർ ചെയ്ത ഡേറ്റാസ് കൊടുത്തിട്ടുണ്ട്, റൺസ് കൊടുത്തിട്ടുണ്ട്. ബാറ്റ്സ്മാൻ ബിയുടെയും കൊടുത്തിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് എന്താണ് റേഞ്ച് എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പം ദ റൺസ് സ്കോർഡ് ബൈ 2 ബാറ്റ്സ്മെൻ എ ആൻഡ് ബി, വി ഹാഡ് സം ഐഡിയ ഓഫ് വേരിയബിലിറ്റി ഇൻ ദ സ്കോർഡ് ഓൺ ദ ബേസിസ് ഓഫ് മിനിമം ആൻഡ് മാക്സിമം റൺസ് ഇൻ ഈച്ച് സീരീസ്. അതായത് നമ്മളോട് പറഞ്ഞിരിക്കുകയാണ് 2 ബാറ്റ്സ്മാൻമാരുടെ സ്കോർ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, റൺ സ്കോർ നമുക്ക് തന്നിട്ടുണ്ട്. അതിൽ നിന്നും നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അവരുടെ ഓരോ സീരീസിലെയും മിനിമം വാല്യൂ മാക്സിമം വാല്യൂവിൻ്റെയും ബേസിസിൽ നമുക്ക് ഒരു ചെറിയൊരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട്. To obtain a single number for this, ഇതിൽ നിന്നും ഒരു സിംഗിൾ നമ്പർ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി we find the difference of maximum and minimum value of each series. നമ്മൾ എന്ത് കണ്ടുപിടിക്കും? മാക്സിമം വാല്യൂവിൻ്റെയും മിനിമം വാല്യൂ, ഓരോ സീരീസിൻ്റെയും മാക്സിമം വാല്യൂവിൻ്റെയും മിനിമം വാല്യൂവിൻ്റെയും നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നു? ഡിഫറൻസസ് കണ്ടുപിടിക്കുന്നു. ഇപ്പോൾ 10 മാച്ചിൻ്റെയാണ് നോക്കുന്നതെങ്കിൽ ഈ 10 മാച്ചിൽ ഏറ്റവും കുറവ് കിട്ടിയ സ്കോറും ഏറ്റവും കൂടുതൽ കിട്ടിയ സ്കോറിൻ്റെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിഫറൻസ് കണ്ടുപിടിക്കുന്നു. അതാണ് എന്തെന്ന് പറയുന്നത് റേഞ്ച്. നമുക്കൊരു റേഞ്ച് കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ്. ദിസ് ഡിഫറൻസസ് ഈസ് കോൾഡ് ദി റേഞ്ച് ഓഫ് ദി ഡേറ്റ. ഈ ഡിഫറൻസസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ആ ഡേറ്റയുടെ റേഞ്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ റേഞ്ച് കണ്ടുപിടിക്കണമെങ്കിൽ ഒരു ഡേറ്റയുടെ മിനിമം വാല്യൂവിൻ്റെയും മാക്സിമം വാല്യൂവിൻ്റെയും ഡിഫറൻസ് നമ്മൾ കണ്ടുപിടിക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് എന്താണ്? ഇൻ കേസ് ഓഫ് ബാറ്റ്സ്മാൻ എയുടെ കേസിൽ റേഞ്ച് എന്ന് പറയുന്നത് ഏറ്റവും മാക്സിമം ഉള്ള റേഞ്ച് കൊടുത്തിരിക്കുന്നത് 117 ആണ് അല്ലേ. 117 ആണ് അദ്ദേഹം സ്കോർ ചെയ്തിരിക്കുന്ന മാക്സിമം റേറ്റ്. മിനിമം റേറ്റ് എന്ന് പറയുന്നത് 0യുമാണ്. ഓക്കെ, ആ നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റയിൽ മിനിമം വാല്യൂ സ്കോർ ചെയ്തിരിക്കുന്നത് 0യും ദെൻ മാക്സിമം വാല്യൂ സ്കോർ ചെയ്തിരിക്കുന്നത് 117 ആണ്. സോ ബാറ്റ്സ്മാൻ എയുടെ റേഞ്ച് എന്ന് പറയുന്നത് എന്തായിരിക്കും? 117 minus 0, that is 117. ആൻഡ് ഫോർ ബാറ്റ്സ്മാൻ ബിയിൽ ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താ നോക്കിക്കേ. ബാറ്റ്സ്മാൻ ബിയുടെ അത് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്തിരിക്കുന്നത് 60 ആണ്. ഏറ്റവും കുറവ് സ്കോർ ചെയ്തിരിക്കുന്നത് എന്താണ്? 46. സോ നമ്മൾ എന്തെടുക്കുന്നു? വി ടേക്ക് ദ വാല്യൂ 60 and 46. സോ
the differences is 60 minus 46, that is equal to 14. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫസ്റ്റ് ഡിഫറൻസസ് 117 കിട്ടി, സെക്കൻഡ് ബാറ്റ്സ്മാൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 14 കിട്ടി. സോ ഇതിൽ നിന്ന് നമുക്ക് ക്ലിയർ ആകും ബാറ്റ്സ്മാൻ ബിയെ കാട്ടിലും റേഞ്ച് കൂടുതൽ ആർക്കാണ്? ബാറ്റ്സ്മാൻ എയ്ക്കാണ്. സോ റേഞ്ച് ഓഫ് എ ഗ്രേറ്റർ ദാൻ റേഞ്ച് ഓഫ് ബി. Okay, therefore the scores are scattered or dispersed in case of A, while for B these are close to each other. ഇതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എ സ്കോർ ചെയ്തിരിക്കുന്ന വാല്യൂം അതുപോലെ തന്നെ ബി സ്കോർ ചെയ്തിരിക്കുന്ന വാല്യൂം തമ്മിൽ എന്തായിരിക്കും? പരസ്പരം എന്തായിരിക്കും? ക്ലോസ് ടു ഈച്ച് അതർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്ര നിങ്ങൾ ഓർത്താൽ മതി. നമുക്ക് റേഞ്ച് കണ്ടുപിടിക്കണമെങ്കിൽ, ഒരു ഡേറ്റയുടെ റേഞ്ച് കണ്ടുപിടിക്കണമെങ്കിൽ മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റേഞ്ച് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ദെൻ അടുത്ത പറയുന്നത് എന്താണ്? റേഞ്ച് ഓഫ് സീരീസ്. ഈ പറഞ്ഞ സെയിം സാധനം തന്നെ. ഡിഫറൻസസ് എന്ന് പറയുന്നത് എന്താണ്? റേഞ്ച് ഓഫ് സീരീസ്. റേഞ്ച് ഓഫ് സീരീസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ. ദ റേഞ്ച് ഓഫ് ഡേറ്റ ഗീവ്സ് ആസ് എ റഫ് ഐഡിയ ഓഫ് വേരിയബിലിറ്റി ഓർ സ്കാറ്റർ ബട്ട് ഡസ് നോട്ട് ടെൽ അബൌട്ട് ദ ഡിസ്പേർഷൻ ഓഫ് ദ ഡേറ്റ ഫ്രം എ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. അതായത് റേഞ്ച് ഓഫ് സീരീസിൽ നിന്നും, അതായത് മാക്സിമം വാല്യൂ മൈനസ് മിനിമം വാല്യൂ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ആ ഡേറ്റയുടെ ഒരു റഫ് ഐഡിയ ആണ് കിട്ടുന്നത്. സ്കാറ്ററിൻ്റെ ഒരു റഫ് ഐഡിയ, അല്ലെങ്കിൽ അതിൻ്റെ വേരിയബിലിറ്റി, ആ തന്നിരിക്കുന്ന ഡേറ്റയുടെ വേരിയബിലിറ്റിയുടെ ഒരു റഫ് ഐഡിയ ആണ് നമുക്ക് കിട്ടുന്നത്. അല്ലാതെ നമുക്ക് അവർ ഡിസ്പേർഷനെ കുറിച്ച് അവർ നമുക്ക് തരുന്നില്ല. ഓക്കെ, അതായത് സെൻട്രൽ ടെൻഡൻസിയിൽ നിന്നുമുള്ള ഡേറ്റയുടെ ഡിസ്പേർഷൻ എന്താണെന്ന് പറയുന്നില്ല, പകരം ആ ഒരു വേരിയബിലിറ്റിയുടെ ഒരു റഫ് ഐഡിയ നമുക്ക് കിട്ടും. ഏകദേശം ഇന്ന ഒരു റേഞ്ചിലാണ് സംഭവം പോയിരിക്കുന്നത് നമുക്ക് മനസ്സിലാവും, അത്രയേ ഉള്ളൂ. ഫോർ ദിസ് പർപ്പസ് അങ്ങനെയുള്ള കേസിൽ വി നീഡ് സം അതർ മെഷർ ഓഫ് വേരിയബിലിറ്റി ക്ലിയർലി. അതായത് കുറച്ചും കൂടെ ക്ലിയറായിട്ട് നമുക്ക് വേരിയബിലിറ്റിയുടെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് അറിയാൻ വേണ്ടി ചില മെത്തേഡ്സ് നമുക്ക് ആവശ്യമാണ്. സച്ച് മെഷർ മസ്റ്റ് ഡിപ്പെൻഡ് അപ്പോൺ ദ ഡിഫറൻസസ്. അങ്ങനെയുള്ള മെഷർമെൻറ്റ്സ് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു? ഡിഫറൻസസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡീവിയേഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഡിഫറൻസ് ഓർ ഡീവിയേഷൻസ് ഓഫ് ദ വാല്യൂ ഫ്രം ദ സെൻട്രൽ ടെൻഡൻസി. എന്താണ്? സെൻട്രൽ ടെൻഡൻസിയിൽ നിന്നുമുള്ള വാല്യൂവിൻ്റെ ഡിഫറൻസസ് അല്ലെങ്കിൽ ഡീവിയേഷൻസ് നമുക്ക് ഇങ്ങനെയുള്ള മെഷർമെൻറ്റ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും, അല്ലെങ്കിൽ അത് അനിവാര്യമാണ്. ഓക്കെ, സോ അതിൽ ഫസ്റ്റ് വൺ എന്താണ്? മീൻ ഡീവിയേഷൻസ്. ഇനി എന്താണ് മീൻ ഡീവിയേഷൻസ്? നമ്മൾ നേരത്തെ എങ്ങനെയാണ് മീൻ കണ്ടുപിടിക്കുന്നതെന്ന് പഠിച്ചു അല്ലേ? മീന്, മീഡിയന ഒക്കെ നമ്മൾ പഠിച്ചാണ്. അതിൽ ഫസ്റ്റ് ഇപ്പോൾ പഠിക്കാൻ പോകുന്നത് എന്താണ്? മീൻ ഡീവിയേഷൻസ്. ഇൻ മീൻ ഡീവിയേഷൻ ദ ഡീവിയേഷൻ ഓഫ് ആൻ ഒബ്സർവേഷൻ എക്സ് ഫ്രം എ ഫിക്സഡ് വാല്യൂ എ. അതായത് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഡിസ്ക്രീറ്റ് സീരീസിലും കണ്ടിന്യൂസ് സീരീസിലും നമുക്ക് ഡേറ്റ തരുമ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? അതിൻ്റെ ഒരു അബ്സലൂട്ട് വാല്യൂ അല്ലെങ്കിൽ അബ്സലൂട്ട് ഫ്രീക്വൻസി നമ്മൾ എടുക്കും അല്ലേ? എന്തിനു വേണ്ടിയാണ്? ഡീവിയേഷൻസ് കണ്ടുപിടിക്കാൻ അല്ലേ? എന്ന് പറയുന്നത് പോലെ തന്നെ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ ഒരു ഫിക്സഡ് വാല്യൂ എ എന്ന് പറയുന്നത് അരിത്തമെറ്റിക് മീൻ ആണ്. ഓക്കെ, അതിൽ നിന്നുമുണ്ട് ഡിഫറൻസസ്, അതാണ് എക്സിൽ അതിൽ നിന്നും എക്സും തമ്മിലുള്ള ഡിഫറൻസസ്. ആ ഡീവിയേഷന് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഈസ് ദ ഡിഫറൻസ് എക്സ് മൈനസ് എ. റിമെമ്പർ ദാറ്റ് ഇൻ ഫൈൻഡിങ് എ സ്യൂട്ടബിൾ മെഷർ ഓഫ് ഡിസ്പേർഷൻ. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? മെഷർ ഓഫ് ഡിസ്പേർഷൻ്റെ ഒരു സ്യൂട്ടബിൾ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഫസ്റ്റ് എ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്നറിയാമോ? നമുക്ക് തരുന്ന ഡേറ്റയുടെ നോർമൽ അരിത്തമെറ്റിക് മീൻ. ദെൻ ഈ അരിത്തമെറ്റിക് മീനിൽ നിന്നും നമ്മൾ എന്ത് കണ്ടുപിടിക്കും? ഓരോ വാല്യൂവിൻ്റെയും ഡിഫറൻസസ് കണ്ടുപിടിക്കും. എന്തിനു വേണ്ടി? മെഷർ ഓഫ് ഡിസ്പേർഷൻ കറക്റ്റായിട്ട് കണ്ടുപിടിക്കാനായിട്ട്. സോ വി റിക്വയർ ദ ഡിസ്റ്റൻസ് ഓഫ് ഈച്ച് വാല്യൂ ഫ്രം എ സെൻട്രൽ ടെൻഡൻസി ഓർ എ ഫിക്സഡ് നമ്പർ എ. റീകോൾ ദാറ്റ് ദ അബ്സലൂട്ട് വാല്യൂ ഓഫ് ദ ഡിഫറൻസ് ഓഫ് ടു നമ്പേഴ്സ് ഗീവ്സ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ നമ്പേഴ്സ് വെൻ റെപ്രസെൻറ്റഡ് ഓൺ എ നമ്പർ ലൈൻ. അതായത് ഇപ്പോൾ നമ്മളൊരു നമ്പർ ലൈനിലെ നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് കണ്ടുപിടിക്കുന്നതും ഈ രീതിയിലായിരിക്കും. ദസ് ടു ഫൈൻഡ് ദ മെഷർ ഓഫ് ഡിസ്പേർഷൻ ഫ്രം എ ഫിക്സഡ് നമ്പർ എ. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഫിക്സഡ് നമ്പർ എയിൽ നിന്നും നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? മെഷർ ഓഫ്
ഓഫ് ഡിസ്പേർഷൻസ് കണ്ടുപിടിക്കാം. വി മേ ടേക്ക് ദ മീൻ ഓഫ് ദ അബ്സല്യൂട്ട് വാല്യൂസ് ഓഫ് ദ ഡീവിയേഷൻ ഫ്രം ദ സെൻട്രൽ വാല്യൂ. ആദ്യം എന്ത് ചെയ്യും, സെൻട്രൽ വാല്യൂസിൽ നിന്നും ഡീവിയേഷൻ്റെ അബ്സല്യൂട്ട് വാല്യൂസ്, മീൻ ഓഫ് ദ അബ്സല്യൂട്ട് വാല്യൂ നമ്മൾ കണ്ടുപിടിക്കും. ദിസ് മീൻ ഈസ് കോൾഡ് ദ മീൻ ഡീവിയേഷൻ. ഈ മീനിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, മീൻ ഡീവിയേഷൻ എന്ന് പറയുന്നത്. ദ മീൻ ഡീവിയേഷൻ ഫ്രം എ ഈസ് ഡിനോട്ടഡ് ആസ്, എയിൽ നിന്നുമുള്ള മീൻ ഡീവിയേഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, മീൻ ഡീവിയേഷൻ എം ഡോട്ട് ഡി ഡോട്ട് ഓഫ് എ, മീൻ ഡീവിയേഷൻ ഓഫ് എ. ഓക്കെ, ദെയർഫോർ അപ്പം മീൻ ഡീവിയേഷൻ ഓഫ് എ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, സം ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡീവിയേഷൻസ് ഫ്രം എ, എയിൽ നിന്നുമുള്ള ഓരോ ഡീവിയേഷൻ്റെ അബ്സല്യൂട്ട് വാല്യൂസ് കിട്ടുമല്ലോ, അതിൻ്റെ സം ഓഫ് അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡീവിയേഷൻ ഫ്രം എ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ, എത്ര നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഉണ്ട്. ഓക്കെ, ആദ്യം എയിൽ നിന്നുമുള്ള ഓരോ വാല്യൂവിൻ്റെയും ഡീവിയേഷൻ കണ്ടുപിടിക്കുന്നു. ദെൻ അത് ഫുൾ നമ്മൾ സം ചെയ്യുന്നു. ദെൻ ആ സമ്മിനെ നമ്മൾ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു, നമ്പർ ഓഫ് ഒബ്സർവേഷനും കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണ് മീൻ ഡീവിയേഷൻ ഓഫ് എ നമുക്ക് കിട്ടുന്നത്. പിന്നെ അതെങ്ങനെയാണെന്ന് നോക്കാം. മീൻ ഡീവിയേഷൻസ് മേ ബി ഒബ്റ്റൈൻഡ് ഫ്രം എനി മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി. However, mean deviations from mean and median are commonly used in statistical studies. അതായത് മീൻ ഡീവിയേഷൻസ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും, മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നിന്നുമാണ് മീൻ ഡീവിയേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. ഇനി അതിൻ്റെ സ്റ്റെപ്സ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ലെറ്റ് എൻ ഒബ്സർവേഷൻ, നമുക്ക് എൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ, ഇവിടെ കൊടുത്തിരിക്കുന്നത് എക്സ് പവർ 1 എക്സ് പവർ 2 ആണ്. അങ്ങനെയല്ല, x1 x2 അപ് ടു xn, താഴെയാണ് കേട്ടോ വാല്യൂ വരുന്നത്. 1ഉം 2ഉം പവറായിട്ടാണ് കൊടുത്തിരിക്കുന്നത്, പവർ അല്ല, താഴെയാണ്. അപ്പം x1 x2 അപ് ടു xn വരെയുള്ള ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ ദ ഫോളോയിങ് സ്റ്റെപ്സ് ആർ ഇൻവോൾവ് ഇൻ ദ കാൽക്കുലേഷൻ ഓഫ് മീൻ ഡീവിയേഷൻസ് അബൌട്ട് മീൻ ഓർ മീഡിയൻ. മീനിലോ മീഡിയനിലോ മീൻ ഡീവിയേഷൻസ് കാണുന്നതിനുള്ള സ്റ്റെപ്സാണ് നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണെങ്കിൽ എൻ നമ്പർ ഓഫ് ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ, എൻ മീൻസ് എനി നമ്പർ ഓഫ് ഒബ്സർവേഷൻ, ഏത് നമ്പർ ഓഫ് ഒബ്സർവേഷനും ആവാം. അതെന്തായിരിക്കും, എക്സ് പവർ 1 അല്ല, പകരം x1 x2 x3 അപ് ടു xn വരെ. അപ്പം അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് 1 എന്താ പറയുന്നത്, calculate the measure of central tendency about which we are to find the mean deviations, let it be a. ആദ്യം നമ്മൾ എന്ത് ചെയ്യുക, ഈ സെൻട്രൽ ടെൻഡൻസിയുടെ മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. ദാറ്റ് മീൻസ് ഫസ്റ്റ് നമ്മൾ തന്നിരിക്കുന്ന ഡേറ്റയുടെ മീൻ കാണുക. അതിന് നമ്മൾ എന്തെന്ന് പറയുന്നു, എ എന്ന് പറയുന്നു. ദെൻ ഫൈൻഡ് ദ ഡീവിയേഷൻ ഓഫ് ഈച്ച് എക്സ് ഐ ഫ്രം എ, അതായത് എയിൽ നിന്നുമുള്ള ഓരോ എക്സ് ഐ മീൻസ് ഐ ഈസ് ഈക്വൽ ടു 1 2 അപ് ടു എൻ വരെ ഏത് നമ്പറും ആവാം അല്ലേ. അതിൻ്റെ ഓരോന്നിൻ്റെയും ഡീവിയേഷൻസ് കാണുക. ദാറ്റ് ഈസ് x1 മൈനസ് എ, x2 മൈനസ് എ അപ് ടു xn മൈനസ് എ. അങ്ങനെ ഓരോന്നിൻ്റെയും ഡീവിയേഷൻസ് കാണുക. ദെൻ എന്ത് കാണുക, ഫൈൻഡ് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദ ഡീവിയേഷൻ. ഈ കിട്ടിയ ഡീവിയേഷൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കാണുക. അതായത് നെഗറ്റീവ് സൈൻ ഉണ്ടെങ്കിൽ അതിനെ പോസിറ്റീവ് ആക്കുക. ദാറ്റ് മീൻസ് മോഡുലസ് ഓഫ് എന്ന് പറയുന്ന രീതിയിലേക്ക് നമ്മൾ മാറ്റുന്നു. അപ്പോൾ എന്ത് വരും, മോഡുലസ് ഓഫ് x1 മൈനസ് എ, മോഡുലസ് ഓഫ് x2 മൈനസ് എ അപ് ടു മോഡുലസ് ഓഫ് xn മൈനസ് എ. ദെൻ സ്റ്റെപ്പ് 4 എന്ന് പറയുന്നത് എന്താണ്, ഫൈൻഡ് ദ മീൻ ഓഫ് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദ ഡീവിയേഷൻസ്. ദെൻ എന്ത് ചെയ്യുക, ഡീവിയേഷൻ്റെ അബ്സല്യൂട്ട് വാല്യൂവിൻ്റെ മീൻ കാണും. ഫൈൻഡ് ദ മീൻ ഓഫ് ദ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദ ഡീവിയേഷൻ. നമുക്ക് ഈ കിട്ടിയ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദ ഡീവിയേഷൻ്റെ മീൻ കാണുന്നു. ദിസ് മീൻ ഈസ് ദ മീൻ ഡീവിയേഷൻ എബൌട്ട് എ. ഈ മീൻ എന്ന് പറയുന്നത് എന്താണ്, മീൻ ഡീവിയേഷൻ എയുടെ മീനാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഇക്വേഷനാണ് ഫസ്റ്റ് നോക്കുന്നത്. മീൻ ഡീവിയേഷൻ ഓഫ് എ ഈക്വൽ ടു സമ്മേഷൻ ഓഫ് ഐ ഈക്വൽ ടു 1 to n, വിച്ച് മീൻസ് ഐ ഇപ്പോൾ 1 to 8 ആണെങ്കിൽ ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും 1, n എന്ന് പറയുന്നത് 8. ഓക്കെ, ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എ. ദസ് മീൻ ഡീവിയേഷൻ ഓഫ് എക്സ് ബാർ, അരിത്തമെറ്റിക് മീൻ എന്ന് പറയുന്നത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, 1/n ഇൻറ്റു 1/n. ഇപ്പോൾ 8 നമ്പർ ആണെങ്കിൽ 1/8 ഇൻറ്റു സമ്മേഷൻ ഓഫ് 1 to 8 ഇൻറ്റു
മോഡുലസ് ഓഫ് എക്സ് ഐ ജനറലൈസ് ചെയ്ത് പറയുന്നതാണ്, അത് 1 2 3 അപ് ടു 8 വരെ ആവാം, മൈനസ് എക്സ് ബാർ, വേർ എക്സ് ബാർ എന്ന് പറയുന്നത് എന്തായിരിക്കണം, മീൻസ്. ഞാൻ പറഞ്ഞില്ലയോ ഫസ്റ്റ് മീൻ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ ആദ്യം മീൻ കണ്ടുപിടിച്ചിട്ട് ആ മീനിൽ നിന്നുമുള്ള ഡീവിയേഷൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. മീഡിയൻ ആണെങ്കിൽ എന്താണ്, സെയിം പ്രോസസ്സ് തന്നെ, മീഡിയൻ കണ്ടുപിടിച്ചിട്ട് മീഡിയനിൽ നിന്നുമുള്ള ഡീവിയേഷൻസ് കണ്ടുപിടിക്കണം, അത്രയേ ഉള്ളൂ. അപ്പോൾ മീൻ ഡീവിയേഷൻ ആണെങ്കിൽ മീൻ ഡീവിയേഷൻ ഓഫ് മീഡിയൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്, 1/n ഇൻറ്റു സമ്മേഷൻ ഓഫ് ഐ ഈക്വൽ ടു 1 to n ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എം, വേർ എം ഈക്വൽ ടു മീഡിയൻ. എം എന്ന് പറയുന്നത് എന്തായിരിക്കും, മീഡിയൻ ആയിരിക്കും. ഓക്കെ, നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം, എങ്കിലേ കുറച്ചും കൂടെ ക്ലിയർ ആവത്തുള്ളൂ. അപ്പോൾ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയേ. ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ എബൌട്ട് ദ മീൻ ഫോർ ദ ഫോളോയിങ് ഡേറ്റ. തന്നിരിക്കുന്ന ഡേറ്റയുടെ മീനിനെ ബേസ് ചെയ്തുള്ള മീൻ ഡീവിയേഷൻസ് കണ്ടുപിടിക്കണം. അപ്പോൾ എത്ര ഒബ്സർവേഷനാണ്, 1 2 3 4 5 6 7 8 നമ്പർ ഓഫ് ഐറ്റംസ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഫസ്റ്റ് നമ്മുടെ n എന്ന് പറയുന്നത് എന്താണ്, 8. സോ വി പ്രൊസീഡ് ദ സ്റ്റെപ്സ് വൈസ് ആൻഡ് ഗെറ്റ് ദ ഫോളോയിങ്. അപ്പോൾ ഈ ഡേറ്റ നമ്മൾ സ്റ്റെപ്സ് വൈസ് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് എന്ത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്, മീൻ ഓഫ് ദ ഗിവൺ ഡേറ്റ. തന്നിരിക്കുന്ന ഡേറ്റയുടെ മീൻ കാണുക. ജനറലൈസ് ചെയ്ത് അവിടെ എ എന്ന് പറഞ്ഞു. മീൻ കാണാനാണെങ്കിൽ എക്സ് ബാർ കാണണം, മീഡിയൻ കാണാനാണെങ്കിൽ എം കാണണം. അപ്പം എക്സ് ബാർ കാണുന്നത് എങ്ങനെയാണ്, ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡ് ചെയ്യും. എങ്ങനെ, ആദ്യം സം ഓഫ് ദ വാല്യൂസ് അല്ലേ, ആ വാല്യൂസിൻ്റെ സം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഐറ്റംസ്. സോ ഡേറ്റയെ നമ്മൾ ആദ്യം സം ചെയ്യുന്നു. അപ്പോൾ 6 + 7 + 10 + 12 + 13 + 4 + 8 + 12 divided by 8, which is equal to 72/8, that is 9. സോ എ അല്ലെങ്കിൽ എക്സ് ബാർ എന്ന് പറയുന്നത് നമുക്ക് 9 കിട്ടി. ദെൻ ഇതിൽ നിന്നുമുള്ള ഓരോന്നിൻ്റെയും ഡീവിയേഷനാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ എന്താ, ദ ഡീവിയേഷൻ ഓഫ് ദ റെസ്പെക്റ്റീവ് ഒബ്സർവേഷൻ ഫ്രം ദ മീൻ എക്സ് ബാർ, ദാറ്റ് ഈസ് x1 എന്ന് പറയുന്നത് ഇവിടെ എന്താണ്, 6. സോ 6 - 9. ദെൻ x2 എന്താണ്, 7 - 9. x3 10. സോ 10 - 9, 12 - 10. അങ്ങനെ കറസ്പോണ്ടിങ് ഓരോ ഡേറ്റയിൽ നിന്നും ഈ കണ്ടുപിടിച്ചിരിക്കുന്ന മീനിൽ നിന്നുമുള്ള ഡീവിയേഷൻസ് കണ്ടുപിടിക്കണം. മനസ്സിലായോ? നമുക്ക് കിട്ടിയ ഡീവിയേഷൻ മീൻ എന്തായിരുന്നു, 9 ആയിരുന്നു. സോ 9 നിന്നുമുള്ള ഓരോ വാല്യൂവിൻ്റെയും ഡീവിയേഷൻസ് കണ്ടുപിടിക്കാം. അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് 2-ൽ 6 - 9, 7 - 9, 10 - 9 കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ആക്യുറേറ്റ് വാല്യൂ ആണ് ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നത്, -3 - 2 1 3 4 -5 -1 3 അല്ലേ. അപ്പോൾ സ്റ്റെപ്പ് 1ഉം സ്റ്റെപ്പ് 2 കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്, അബ്സലൂട്ട് വാല്യൂ ഓഫ് ദ ഡീവിയേഷൻസിൻ്റെ അബ്സലൂട്ട് വാല്യൂ കാണും. ദാറ്റ് ഈസ് ടു റിമൂവ് ദ നെഗറ്റീവ് സൈൻ ഓർ അതർവൈസ് പുട്ട് മോഡുലസ് അല്ലേ. ഒന്നെങ്കിൽ നെഗറ്റീവ് സൈൻ മാറ്റുക, അല്ലെങ്കിൽ മോഡുലസിലിട്ട് കൊടുക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി പ്ലസ് ആവും. സോ എന്ത് വരും, 3 2 1 3 4 5 1 3 എന്ന് കിട്ടി. ദെൻ എന്ത് ചെയ്യുക, ഡയറക്റ്റായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഇക്വേഷൻ എങ്ങനെയായിരുന്നു, 1/n ഇൻറ്റു സമ്മേഷൻ ഓഫ് ഐ ഈക്വൽ ടു 1 to n ഇൻറ്റു മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ, വേർ 1/8 എന്ന് പറയുമ്പോൾ n ഈസ് 8. സോ 1/8 ഇൻറ്റു സമ്മേഷൻ ഓഫ് 1 to 8 മോഡുലസ് ഓഫ് എക്സ് ഐ മൈനസ് എക്സ് ബാർ നമുക്കിവിടെ തന്ന വാല്യൂ കിട്ടിയിട്ടുണ്ട്. സോ ഡയറക്റ്റ്ലി നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 3 + 2 + 1 + 3 + 4 + 5 + 1 + 3 divided by 8, that is 22/8. അത് നമുക്ക് എന്ത് കിട്ടി, 2.75 എന്ന് കിട്ടി. വാല്യൂ നമുക്ക് എന്ത് കിട്ടി, 2.75 എന്ന് കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് മീൻ കണ്ടുപിടിച്ചിട്ട് മീൻ ഡീവിയേഷൻസ് കണ്ടുപിടിക്കുന്നത്. ഇനി അടുത്തത് എന്താണ്, മീഡിയൻ കണ്ടുപിടിച്ചിട്ട് മീൻ ഡീവിയേഷൻസ് കണ്ടുപിടിക്കുന്നത്. ഫൈൻഡ് ദ മീൻ ഡീവിയേഷൻ എബൌട്ട് ദ മീഡിയൻ ഫോർ ദ ഫോളോയിങ് ഡേറ്റ. അപ്പം മീഡിയൻ ആണ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഒന്നെങ്കിൽ അസെൻഡിങ് ഓർഡർ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലേക്ക് ആക്കുക. ഇവൻ നമ്പർ ആണോ ഓഡ് നമ്പർ ആണോ നോക്കിയിട്ട് അല്ലേ. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ഡേറ്റയുടെ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്ന് പറയുന്നത് ഓഡാണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിനെ അസെൻഡിങ് ഓർഡറിലേക്ക് റീഅറേഞ്ച് ചെയ്യുന്നു തന്നിരിക്കുന്ന ഡേറ്റയെ. സോ അസെൻഡിങ് ഓർഡറിലേക്ക് റീഅറേഞ്ച് ചെയ്യുമ്പം 3 3 4 5 7 9 10 12 18 19 21 എന്ന് കിട്ടി. നൗ
മീഡിയൻ കാണണം. മീഡിയൻ കാണുന്ന ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ഓഡ് നമ്പർ ആണെങ്കിൽ n+1/2 വേർ n ഈസ് 11. ഇവിടെ n എന്താണ്? 11 ആണ്. സോ 11+1/2 ഓർ 6 ഒബ്സർവേഷൻ അല്ലെങ്കിൽ 6 ഒബ്സർവ്. നിങ്ങൾ ഇക്വേഷൻ വൈസ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് n+1/2. സോ വിച്ച് ഈസ് ഈക്വൽ ടു 9. സോ നമുക്ക് മീഡിയൻ എന്തായിട്ട് കിട്ടി? 9. ദെൻ ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ മീഡിയനിൽ നിന്നുമുള്ള ഓരോന്നിൻ്റെയും ഡീവിയേഷൻസ് കാണണം അല്ലേ? അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ദ റെസ്പെക്റ്റീവ് ഡീവിയേഷൻ ഫ്രം ദ മീഡിയൻ ദാറ്റ് ഈസ് മോഡുലസ് ഓഫ് xi മൈനസ് എം. അത് ഓരോന്നും ചെയ്യുമ്പം 3 - 9 ദാറ്റ് ഈസ് 6. ദെൻ അടുത്ത എന്താ? 3 - 9 ദാറ്റ് ഈസ് -6. അടുത്ത എന്താണ്? 4 - 5 ദാറ്റ് 4 - 9 ദാറ്റ് ഈസ് 5. അടുത്ത എന്താണ്? 5 - 9 ദാറ്റ് ഈസ് 4. അപ്പോൾ അങ്ങനെ കറസ്പോണ്ടിങ് ആയിട്ട് എഴുതുന്നു. ദെൻ അതിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ കാണുന്നു. അബ്സല്യൂട്ട് വാല്യൂ കാണുക എന്ന് പറഞ്ഞാൽ ടു റിമൂവ് ദ നെഗറ്റീവ് സൈൻ ഓർ പുട്ട് മോഡുലസ് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നെഗറ്റീവ് സൈൻ അങ്ങ് പോകും. ദെൻ എന്ത് ചെയ്യുക? ഡയറക്റ്റ് നമ്മൾ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. മീൻ ഡീവിയേഷൻ ഓഫ് മീഡിയൻ എന്ന് പറയുന്നത് 1/n ഇൻറ്റു സമ്മേഷൻ ഓഫ് i ഈക്വൽ ടു 1 to n ഇൻറ്റു മോഡുലസ് ഓഫ് xi മൈനസ് എം വിച്ച് ഈസ് ഈക്വൽ ടു 1/11 ഇൻറ്റു ഇതെന്താണ്? സം ചെയ്യുക. സം ചെയ്യുമ്പോൾ എന്ത് വരും? 6 + 6 + 5 + 4 + 2 + 0 + 1 + 3 + 9 + 10 + 12. അപ്പോൾ അത് വാല്യൂ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5.27 എന്ന ആൻസർ കിട്ടും. ഓക്കെ, എന്ത് കിട്ടും? 5.27 എന്ന് കിട്ടും. ഓക്കെ സ്റ്റുഡൻസ്, ചെയ്ത് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.